നിങ്ങൾക്കറിയാമോ, ₹1 പോലും നൽകാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന ട്രെയിൻ സർവീസ് നമ്മുടെ നാട്ടിലുണ്ടെന്ന്? ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്താൽ TTE പിടിച്ച് ഫൈൻ അടിക്കുന്ന നാട്ടിൽ സൗജന്യ ട്രെയിൻ യാത്രയോ എന്ന മറുചോദ്യമല്ലേ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉയരുന്നത്? എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. നമ്മുടെ രാജ്യത്ത് സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്യുന്ന ട്രെയിൻ സർവീസുമുണ്ട്. ആ ട്രെയിനിലേക്കാണ് ഇക്കുറി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് ബക്രാനങ്കൽ ട്രെയിൻ. പഞ്ചാബിലെ ഭക്രയിൽ നിന്നും ഹിമാചൽ പ്രദേശിലെ നങ്കലിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന ട്രെയിനാണിത്. പഞ്ചാബിൻ്റെയും ഹിമാചൽ പ്രദേശിൻ്റെയും അതിർത്തി ഗ്രാമങ്ങളാണ് ഇവ. ഭക്രാനങ്കൽ ട്രെയിൻ സർവീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും ഭക്രാനങ്കൽ അണക്കെട്ടിനെക്കുറിച്ച് നിങ്ങൾ ഉറപ്പായും കേട്ടിട്ടുണ്ടാകും. അതും ഇതുമായി ഒരു ബന്ധമുണ്ട് കേട്ടോ. അതിലേക്ക് വരും മുമ്പ് നമുക്ക് ഈ ട്രെയിനിൻ്റെ വിശേഷങ്ങളൊക്കെ ആദ്യമൊന്ന് അറിഞ്ഞു വരാം. ദിവസവും രാവിലെയും വൈകിട്ടും ഈ ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട്. നങ്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര തുടങ്ങുന്ന ട്രെയിൻ ശിവാലിക് നിരകളിലൂടെ സഞ്ചരിച്ച് ഭക്രയിലെത്തും. ഭക്രയ്ക്കും നങ്കലിനും ഇടയ്ക്കുള്ള 13 കിലോമീറ്റർ ദൂരത്തിലാണ് ഇവൻ കൂകിപ്പായുന്നത്. ലേബർ ഹട്ട്, ബാർമല, നഹ്ല, ഒലിൻഡ എന്നീ സ്റ്റേഷനുകളും ഈ ദൂരത്തിനിടെയുണ്ട്. എല്ലാ ദിവസവും രാവിലെ 7:05 ട്രെയിൻ നങ്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് 8:20 ഭക്രയിലെത്തും. പിന്നീട് 3:05 നങ്കലിൽ നിന്നും പുറപ്പെടും. ശേഷം 4:20 ഭക്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്രക്കാരെ വഹിച്ചുകൊണ്ട് വീണ്ടും സർവീസ് തുടരും. വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന സമയമാണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട സംഗതിയാണ്. ഭക്രാനങ്കൽ ട്രെയിനിൽ കയറിയാൽ നമ്മൾ കൊളോണിയൽ കാലത്താണോ യാത്ര ചെയ്യുന്നത് എന്ന് തോന്നിപ്പോകും. കൊളോണിയൽ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള മരം കൊണ്ടുള്ള കോച്ചുകളും ബെഞ്ചുകളുമാണ് ഈ ട്രെയിനിലുള്ളത്. എല്ലാം മനോഹരമായി സംരക്ഷിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. പണം കൊടുത്ത് നാം യാത്ര ചെയ്യുന്ന പാസഞ്ചർ ട്രെയിനുകളുടെ വൃത്തിയും വെടുപ്പും ഇവിടെ അനുസ്മരിക്കാതെ പോകുന്നതും ശരിയല്ല. സൗജന്യമായി ഓടുന്ന ഈ ട്രെയിനിൻ്റെ വൃത്തിയും ഭംഗിയും ഒന്ന് വേറെ തന്നെയാണ്. തൊഴിലാളികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 300ഓളം യാത്രികർ ദിവസവും ഈ ട്രെയിൻ ഉപയോഗിക്കുന്നുണ്ട്. പ്രദേശത്തെ 25 ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ഗതാഗത സംവിധാനമാണ് ഈ ട്രെയിൻ. കഴിഞ്ഞ 7 പതിറ്റാണ്ടായി ഈ റൂട്ടിൽ സൗജന്യ ട്രെയിനുകൾ സർവീസ് നടത്തി വരുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 73 വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ ട്രെയിൻ സർവീസ്. ഈ ട്രെയിനിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ വിദ്യാർത്ഥികളാണ് എന്നത് എടുത്തു പറയേണ്ട സംഗതിയാണ്. ഇനി ഈ ട്രെയിനിൻ്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ട്രേറ്റ് ഗ്രാവിറ്റി അണക്കെട്ടായ ഭക്രാനങ്കൽ അണക്കെട്ടിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ അണക്കെട്ടുമായി നാഭീനാളി ബന്ധം പുലർത്തുന്നതാണ് ഈ ട്രെയിൻ സർവീസ്. രൂപപ്പെടും മുമ്പ് തന്നെ ഭക്രാനങ്കൽ അണക്കെട്ട് ജന്മം നൽകിയതാണ് ഈ ട്രെയിൻ സർവീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭക്രാനങ്കൽ അണക്കെട്ടിൻ്റെ നിർമ്മാണ സമയത്ത് ഏറെ പ്രയാസകരമായ സംഗതിയായിരുന്നു കൃത്യസമയത്ത് തൊഴിലാളികളെ പണിസ്ഥലത്തെത്തിക്കുക എന്നത്. തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും സഞ്ചാര സൗകര്യം മുൻനിർത്തിയാണ് ഈ റൂട്ട് പണിതത്. ഡാം തൊഴിലാളികൾക്ക് പണിസ്ഥലത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള മാർഗമായിരുന്നു ഇത്. 1948 ഈ റെയിൽപാതയുടെ പണി പൂർത്തിയായത്. ആ വർഷം തന്നെ ഭക്ര, നങ്കൽ എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ട് ട്രെയിൻ സർവീസും ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ ആവി എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് ട്രെയിൻ ഓടിയിരുന്നത്. പിന്നീട് അമേരിക്കയിൽ നിന്ന് പുതിയ 3 ഡീസൽ എഞ്ചിനുകൾ കൊണ്ടുവന്നു. 1963 ഡാം നിർമ്മാണം പൂർത്തിയായെങ്കിലും ഈ സർവീസ് പിന്നെയും തുടർന്നുകൊണ്ടേയിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഇത് സൗജന്യമായി തന്നെയാണ് സർവീസ് നടത്തുന്നത്. എന്നുവെച്ചാൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന് ആരും ₹1 പോലും മുടക്കേണ്ടതില്ല എന്നർത്ഥം. പുതിയ കാലത്ത് ആധുനിക എഞ്ചിനുകൾ ലഭ്യമാണെങ്കിലും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അതേ എഞ്ചിനുകളാണ് ഇപ്പോഴും ട്രെയിൻ സർവീസിന് ഉപയോഗിക്കുന്നത്. പണം നൽകേണ്ടതില്ല എന്നത് മാത്രമല്ല ഈ ട്രെയിൻ സർവീസിൻ്റെ ഹൈലൈറ്റ്. ശിവാലിക് മലനിരകളുടെ അത്യപൂർവമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ വഴി സഞ്ചരിക്കാം എന്നതാണ് പ്രത്യേകത. കേവലം 13 കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ദൈർഘ്യം. അതിനിടയിൽ 5 സ്റ്റേഷനുകളിൽ നിർത്തും. മറ്റൊരു രസകരമായ വസ്തുത കൂടി പറയാതെ പോയാൽ ശരിയാകില്ല. ഈ ട്രെയിൻ സർവീസ് ഇന്ത്യയിലാണെങ്കിലും ഇത് ഇന്ത്യൻ റെയിൽവേയുടെ അധീനതയിലല്ല എന്നതാണ് അത്. ഭക്ര ബിയാസ് മാനേജ്മെൻറ്റ് ബോർഡാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. 2011 ഈ ട്രെയിനിൻ്റെ സൗജന്യ യാത്ര അവസാനിപ്പിക്കാൻ ഭക്ര ബിയാസ് മാനേജ്മെൻറ്റ് ബോർഡ് ആലോചിച്ചിരുന്നു. വർദ്ധിച്ചു വരുന്ന ചെലവ് കണക്കിലെടുത്തായിരുന്നു അത്തരത്തിൽ ഒരു ആലോചന ഉയർന്നു വന്നത്. ട്രെയിനിൻ്റെ ദൈനംദിന സർവീസിന് വേണ്ടി വരുന്ന ചെലവ് മാത്രമായിരുന്നില്ല പ്രശ്നം. മറിച്ച് മാറി മാറി ഉപയോഗിക്കുന്ന 3 എഞ്ചിനുകളുടെ പാർട്സുകൾ കിട്ടാനുള്ള പ്രയാസവും അറ്റകുറ്റപ്പണികളും എല്ലാം ഈ സൗജന്യ സർവീസിന് വെല്ലുവിളിയായി തീർന്നു. എന്നാൽ എല്ലാ കാര്യങ്ങളും ലാഭത്തിൻ്റെ കണക്ക് പുസ്തകം വെച്ച് ചെയ്യേണ്ടതില്ലെന്ന അന്തിമ നിലപാടിൽ ഭക്ര ബിയാസ് മാനേജ്മെൻറ്റ് ബോർഡ് എത്തി.
ട്രെയിനിൻ്റെ ചരിത്രവും സാംസ്കാരികപരവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് നഷ്ടം സഹിച്ച് ഈ ട്രെയിൻ ഓടിക്കാൻ ബോർഡ് തീരുമാനിക്കുകയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലാഭം കൊയ്യാൻ കഴിക്കുന്ന ഭക്ഷണത്തിലും ജീവൻ രക്ഷ മരുന്നുകളിലും പോലും മായം കലർത്തുന്ന കാലമാണിത്. അമ്മിഞ്ഞ പാൽ പോലും വിറ്റ് ലാഭം കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന തലമുറയും. അവിടെയാണ് ഇന്നും സേവനത്തിൻ്റെ പാതയിലൂടെ ഈ ട്രെയിൻ ചൂളം വിളിച്ച് പായുന്നത്.